ഇപ്പം നമ്മൾ ഡെൻമാർക്കിലെ 2ാം ദിവസമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിൻ. ഇത് നല്ല ഡാർക്ക് ഗ്രീനായി. നമ്മുടെ വൺ കോഴ്സ് മീൽ എന്ന് പറയുമ്പോൾ കുറേ സാലഡ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഡെൻമാർക്കിലെ 2ാം ദിവസമാണ്. ഞങ്ങൾ ചുമ്മാ ഒരു ഷോപ്പിംഗ് തുടങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് സെൻ്ററൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സ്വീഡനേക്കാൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നോക്കിയാലോ. ഗൈസ്, നമ്മൾ ആ ഷോപ്പിംഗ് മോളിൽ നിന്ന് ഇറങ്ങി. അവിടെ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കൂടുതൽ എടുക്കാഞ്ഞത്. പിന്നെ അപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ വീഡിയോ ആണ് മെയിൻ രീതിയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നാളെ അല്ല മറ്റന്നാൾ തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കുന്നതാണ്. നമ്മൾ അങ്ങനെ ഡെൻമാർക്കിൻ്റെ കൺട്രി സൈഡിലൂടെ യാത്ര ചെയ്ത് വീണ്ടും നമ്മൾ ഷിപ്പിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി പകല് ആണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഷിപ്പ് എങ്ങനെ ഉണ്ടെന്ന് അല്ലെങ്കിൽ എങ്ങനെ നോക്കാം. പിന്നെ ഇന്നും സീ കുറച്ച് റഫാണെന്ന് തോന്നുന്നു. കാരണം കുറച്ച് മൂടിയും കിടക്കുകയാണ്, മഴയാണ്. അപ്പോൾ ഷിപ്പ് എന്താണെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് ഡെക്കിലൊന്ന് പോയി നോക്കാം. പക്ഷെ വലിയ വെട്ടമൊന്നും കാണുന്നില്ല. നമ്മൾ പോർട്ടിനടുത്ത് എത്താറായി. ഇത് സീ പോർട്ടിലേക്കുള്ള വഴിയാണ്. അപ്പം നമ്മൾ ഏത് നിമിഷവും ഇപ്പോൾ പോർട്ടിനടുത്ത് എത്തും. ഒരു മാപ്പിൽ ഒരു 5 മിനിറ്റാണ് കാണിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അതാ ഞാൻ പിന്നെ ക്യാമറ ഓൺ ചെയ്തത്. പിന്നെ ഞങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ ഒരു ടൂറായിട്ടൊന്നും പോയതല്ല, ഒരു എന്താ പറയാ വേറൊരു പർപ്പസിന് വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ നമ്മൾ ഡെൻമാർക്കിലധികം വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ല പോകുന്നത്. അപ്പോൾ വലിയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഷിപ്പ് ജേർണി മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡെൻമാർക്കിൽ വരേണ്ട ഒരു ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ ഇനിയിപ്പോ ഞാൻ വിചാരിക്കുന്നത് ഷിപ്പില് കുഴപ്പമില്ല യാത്ര. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനിയും എന്താ പറയാ ഈ ഷിപ്പ് ജേർണി കണ്ടിന്യൂ ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഫ്രീക്വന്റ് ആയിട്ടെ. അപ്പൊ ഇതായിരിക്കും നമുക്ക് നല്ലതെന്ന് ഞാൻ തോന്നുന്നു. അവിടെ കാണുന്നതാണ് നമ്മുടെ ഷിപ്പ്. ഇവിടെ നിന്ന് കാണാൻ പറ്റും സ്റ്റെന ലൈൻ എന്ന് പറഞ്ഞിട്ട് എസ് എന്നൊക്കെ എഴുതി കിടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഷിപ്പ് തിരിച്ചു പോകാനുള്ളത്. നമ്മൾ വന്നതിനേക്കാളും കുറച്ചുകൂടെ വലുതാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴേ ഇച്ചിരി വലിയ ഷിപ്പായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അവിടെ കണ്ടോ ഹാംസ്റ്റഡിന്റെ ബോർഡ് കണ്ടോ? നമ്മുടെ സ്വീഡനിലെ ഹാംസ്റ്റഡിന്റെ ബോർഡ് ഡെൻമാർക്കില് കണ്ടോ? അങ്ങനെ നമ്മള് അതിന്റെ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ അതേ കാറ് നമ്മുടെ ഷിപ്പിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചെറിയ ലൈനുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം നമ്മളെ ഏറ്റവും താഴത്തെ ഷിപ്പ് ഡെക്കിലാണ് കയറ്റിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ കയറാൻ പോകുന്നതും ഷിപ്പിൻ്റെ മിഡിലുള്ള ഷിപ്പ് ഡെക്കിലാണ്. ഇത് മറ്റേ നമ്മൾ വന്നതിനേക്കാളും ഒരു നിലയും കൂടെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഈ ഷിപ്പിൽ. അവിടെ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും. ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മൾ ആക്ച്വലി നേരത്തെ എത്തി. 1:40 ആക്ച്വലി ബോർഡിങ് തുടങ്ങത്തുള്ളൂ. 2:10 ഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ 1:40 ബോർഡിങ് തുടങ്ങത്തുള്ളൂ. അപ്പോൾ അവർ വലിയ വലിയ ട്രക്കുകളൊക്കെ ആദ്യം കയറ്റുന്നുണ്ട്. പിന്നെ കാറുകളൊന്നും കയറി തുടങ്ങിയില്ല. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ താഴെയാണ് കയറിയത്. പക്ഷേ അങ്ങോട്ട് പോകുമ്പം ഷിപ്പിൻ്റെ മുകളിലേക്കാണ് കണ്ടോ നമ്മൾ കയറുന്നത്. അടിപൊളി, സൂപ്പർ. ഷിപ്പിൻ്റെ മുകളിൽ കയറി. ഇത് ഇച്ചിരി വലിയ ഷിപ്പാണ് കേട്ടോ.
ഷിപ്പിൻ്റെ മുകളിലുള്ള കാർഡൊക്കെ കണ്ടോ? പൊന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ ഉടനെ അവിടെ പോയി സംസാരിക്കുകയാണ്. പൊന്നു ഇപ്പോൾ അങ്ങനെയാണ്. സ്വീഡിഷുകാരെ കണ്ടു കഴിഞ്ഞാൽ സ്വന്തം ആൾക്കാരെ കണ്ട് സംസാരിക്കുന്ന പോലാണ്, മാതൃഭാഷ കേൾക്കുന്ന പോലാണ് ഇപ്പോൾ സ്വീഡിഷ് കേൾക്കുമ്പോൾ. എന്താ സംസാരിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ വിശാലമായ കാർഡൊക്കെ ഈ സൈഡും ഇതിൻ്റെ അപ്പുറത്തെ സൈഡും ഉണ്ട്. ഇത് കപ്പലിൻ്റെ മിഡിലുള്ള കാർഡൊക്കെയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം കപ്പലിൻ്റെ ഏറ്റവും താഴെയുള്ള കാർഡൊക്കിലായിരുന്നു. അതും ഇത്രയും തന്നെ വലുപ്പമുണ്ട്, വിശാലമായ കാർഡൊക്കെ. ഇപ്പോൾ ട്രക്കുകളാണ് കൂടുതൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടത്. പക്ഷേ അങ്ങോട്ട് പോകുമ്പം കാറുകൾ കുറേ ഉണ്ട്. നമ്മൾ ഇപ്പം റൂം എടുത്തിട്ടുണ്ട് റിട്ടേൺ ജേർണിക്ക്. അപ്പോൾ നമ്മൾ റൂമിൽ പോവാണ്. ഇപ്പോൾ റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഷിപ്പിൽ. നമുക്ക് ലിഫ്റ്റ് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ റൂം കിട്ടിയിരിക്കുന്ന നമ്പർ 8003 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആരോ കിടക്കുന്നുണ്ട്, 8001 to 8010. ആക്ച്വലി നമ്മുടെ കീ കാർഡ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഷിപ്പിലെ ഒരു ക്യാപ്റ്റനെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഷിപ്പിലെ ക്യാപ്റ്റൻ ആക്ച്വലി പറഞ്ഞു നമ്മൾക്ക് കീ തന്നിടത്ത് തന്നെ ഇത് കൊണ്ടുപോകണം. പുള്ളി നമുക്ക് ജിൻസിക്കും കുഞ്ഞിനും കയറാൻ വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത് തന്നു. പക്ഷേ ഇത് കൊണ്ട് ഒന്നുകൂടെ ഇത് കറക്റ്റ് ചെയ്യിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ട് കറക്റ്റ് ചെയ്തിട്ട് വന്നതാണ്. ആക്ച്വലി നമ്മൾ കയറിയ സ്റ്റെപ്പ് മാറിപ്പോയി. ഇതാണ് പ്രശ്നം. മൊത്തം കൺഫ്യൂഷനാണ്. ഇപ്പുറത്തൂടെ ആയിരുന്നു പോകേണ്ടത്. നമ്മൾ ആക്ച്വലി ഈ സ്റ്റെപ്പിൽ കൂടെ കയറിപ്പോയി. അത് ആക്ച്വലി ക്യാബിൻ ക്രൂവിൻ്റെ ക്യാബിൻസാണ്. അപ്പം നമുക്ക് റൂമിൻ്റെ അകം കാണാം ഇനി. അപ്പം നമ്മുടെ റൂം ഇതാണ്, 8003. നമുക്ക് ട്രൈ ചെയ്യാം. യെസ്, ഇറ്റ്സ് വർക്കിംഗ് നൗ. ഇല്ല, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിൻ. നമുക്ക് 2 ബെഡുണ്ട്. ഇവിടെ ഒരു ബെഡുണ്ട്, ഇവിടെ ഒരു ബെഡുണ്ട്. നമുക്ക് നൂത്തിട്ടിട്ട് വേണമെങ്കിൽ കിടക്കാം. ഇവിടെ ബെഡുണ്ട്, ഉണ്ടോ? അവിടെ ബെഡുണ്ട്, അതാ ബെഡ്. പിന്നെ നമുക്ക് ടി വി ഉണ്ട്, ടി വി കാണാൻ വേണമെങ്കിൽ. നമുക്ക് ഇവിടെ വിൻഡോ ഉണ്ട്. നമുക്കിത് നമ്മളങ്ങനെ ഡെൻമാർക്കിലോട്ട് വിട പറയുകയാണ്. ഇത് അവിടെ വേറെ 2 ഷിപ്പ് കിടപ്പുണ്ട്. ഇനിയും ബാത്റൂം കാണിക്കുക ഷിപ്പില്. റൂമിനകത്ത് ഭയങ്കര വലുതൊന്നുമില്ല, കാരണം ഇതൊരു മീഡിയം സൈസ് ഷിപ്പാണ്. ഒരു വാഷ് ബേസിൻ, ക്ലോസറ്റ്, പിന്നെ ഷവർ. നമ്മൾ കുളിക്കുക വരെ ചെയ്യാം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. സോ പിന്നെ നമുക്കൊരു ക്യാബിനറ്റ് ഉണ്ട്. അതിനകത്ത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം. 2 എണ്ണം ഉണ്ട്, 2 ക്യാബിനറ്റ് ഉണ്ട്. പിന്നെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. ഇത്രേ ഉള്ളല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഷിപ്പ് വിടുന്നത് ഡെക്കിൽ പോയെന്ന് കാണാം. കമോൺ. ഇപ്പുറത്ത് പോയി ഇങ്ങ് വാ. ഷിപ്പ് നീങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ കാണിച്ച ഷിപ്പ്. നല്ല ഒരു വലിയൊരു കാർഗോ ഷിപ്പാണ്. പക്ഷേ അതിനകത്ത് ഒരു കണ്ടെയ്നർ ഇപ്പോൾ വെച്ചിട്ടില്ല. കണ്ടെയ്നർ ഡെക്കൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ കണ്ണാണ് ഏറ്റവും നല്ല ക്യാമറ. എത്ര ദൂരമാണേലും എത്ര അടുത്താണേലും ഓട്ടോ ഫോക്കസിങ്, ഓട്ടോ ബ്രൈറ്റ്നസ്, അതുപോലൊരു ക്യാമറ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കണ്ണുപോലെ
ദൈവത്തിൻ്റെ ഓരോരോ അത്ഭുതങ്ങളെ. നമ്മുടെ കണ്ണ് ഏത് സിനാരിയോ ആണേലും, ഏത് വെതർ കണ്ടീഷൻ ആണേലും, ഏത് ലൈറ്റിംഗ് കണ്ടീഷൻ ആണേലും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. സോ നമ്മുടെ കണ്ണാണ് ഏറ്റവും ബെസ്റ്റ് ക്യാമറ. ഏറ്റവും ബെസ്റ്റ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ലെൻസസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്യാമറ അല്ലേ നമ്മുടെ കണ്ണ്. അങ്ങോട്ട് പോയപ്പം ഇതിന്റെ മേളിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അവിടെ സമ്മർ ഡെക്ക് ഉണ്ടോ, സൺ ഡെക്ക്, അവിടെ കിടക്കാം നമുക്ക്. പക്ഷെ അതൊക്കെ സമ്മറിൽ ഓപ്പൺ ആവത്തില്ല. ഷിപ്പിന്റെ പുറകിൽ സൺ ഡെക്ക് എന്ന് പറഞ്ഞിട്ട് വെയിലുള്ള സൺബാത്തിന്റെ മദാമ്മമാർക്ക്. നമുക്ക് അവിടെ ഒരു ബൗണ്ടറി പോലെ ഉണ്ടോ കടല്, വേറെ കളർ. അവിടെ വരെ പച്ച കളറ്, ഇവിടെ വരെ പച്ച കളറ്, അത് കഴിയുമ്പോൾ ഒരുമാതിരി കടും നീല കളറ്. ഡീപ് സീ ആണ്. അത് അവിടെ ഒരു കപ്പൽ പോകുന്നതുണ്ടോ, പിന്നെ അവിടെ ഒരു ഷിപ്പ് പോകുന്നതുണ്ടോ കുറ്റ, ദൂരെ കണ്ട ഒരു ഷിപ്പ് പോകുന്നതുണ്ടോ? അതുപോലെ ജർമ്മനിക്ക് വല്ലതും പോവായിരിക്കും. ഇവിടെ ഷിപ്പിങ്, യൂറോപ്പിലെ ഷിപ്പിങ് ഭയങ്കര ഇതാണല്ലേ, ഒരുപാടുണ്ട് ഷിപ്പ്. അങ്ങനെ നമ്മൾ ഡെൻമാർക്കിനോട് വിട പറയുകയാണ്. ഗ്രന്നയിൽ വിട പറയാണ്. ഗ്രന്ന എന്ന് പറയുന്ന സിറ്റി അതാ നമുക്ക് പുറയിൽ കാണാം. ഇനി നമ്മള് ഇതേ കപ്പൽശാലിലേക്ക് പോവാണ്. കപ്പൽശാല തുറന്ന്, കപ്പൽശാല എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും പാറ കെട്ടി തുറന്നിട്ടേ ഉള്ളു, അല്ലാതെ വേറെ ഗേറ്റ് ഒന്നും ഇല്ല. ഒരു വല്ലാത്ത സ്മെല്ലായിട്ടുണ്ട് കടലിന്. പക്ഷികളൊക്കെ മീനെ പിടിക്കും, നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ക്യാമറയിൽ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. Vänligen kontakta Service Point på däck 7. Det är föraren till en lastbil med registreringsskylt BYG 705. Vänligen kontakta Service Point på däck 7. We are looking for the driver of a truck with a registration number BY. ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ആയി. പുത്തൂസിൽ അമ്മച്ചിക്ക് അറ്റാക്ക് വരും. പൊണ്ണ് ഇങ്ങനെ നിൽക്കുന്ന കണ്ട. പുത്തൂസ് അമ്മച്ചി ഇതേ പൊണ്ണ് ഷിപ്പിന്റെ ബാക്കണി കയറി നിൽക്കുന്നു. പുത്തൂസ് അമ്മച്ചിയെ, പൊണ്ണ് ഇതേ ഷിപ്പിന്റെ ബാക്കണി എത്തി നോക്കുന്നു. പൊണ്ണു അമ്മച്ചി കാണാതിരിക്കാൻ ഫുഡൊക്കെ ഇട്ട് തല മറച്ചു വെച്ചേക്കും, എന്നാലും അമ്മച്ചിക്ക് മനസ്സിലാവും ഇത് പൊണ്ണു വന്ന്. ഇങ്ങോട്ട് നോക്കിയാ പൊണ്ണു ചണ്ടേ. അപ്പം നമ്മള് ഷിപ്പിന്റെ സീ ഡെക്കിൽ വന്നിട്ട് ഷിപ്പ് വിടുന്നത് എങ്ങനെയാന്ന് കണ്ടു. അപ്പോൾ ജസ്റ്റ് ഈ ബൗണ്ടറി ലൈൻ ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് എന്തോന്ന് അറിയത്തില്ല, ഒരു ബൗണ്ടറി ലൈൻ പോലെ അങ്ങ് ദൂരെ കാണാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഇവിടെ അടുത്ത് കാണാം, ഇവിടെ ഇങ്ങനെ ഒരു ബൗണ്ടറി ലൈൻ. അപ്പോൾ അത് ജസ്റ്റ് കയറി കഴിഞ്ഞിട്ട് അവിടെ എന്താണെന്ന് നോക്കിയിട്ട്, ഇതിപ്പോൾ കുറച്ച് തിരമാലയൊക്കെ ഇവിടെ കാണുന്നുണ്ട് അത്യാവശ്യം. ഷിപ്പ് പോകുന്നതിൻ്റെ ഇത് ഷിപ്പ് പോകുന്നതിൻ്റെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരമാല പോകുന്നു. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറി ലൈൻ പോലെ, അതിനകത്ത് ഇച്ചിരി കൂടെ ഇതിലും കുറച്ചുകൂടെ ശാന്തമായിട്ട് വെള്ളം കിടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതൊരു ബൗണ്ടറി ലൈൻ പോലെ, പക്ഷെ ഇവിടെ പ്രത്യക്ഷത്തിലൊന്നും കാണാനില്ല. നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണാനില്ല. ഇവിടെ കയറി ഷിപ്പ് ദൂരെ നോക്കുമ്പോൾ ഒരു ബൗണ്ടറി ലൈൻ പോലെ അല്ലേ, പക്ഷെ ഇവിടെ പ്രത്യക്ഷത്തിലൊന്നും കാണാനില്ല. വെള്ളത്തിന്റെ കളർ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിപ്പം പച്ച കളറിൽ നിന്ന് ഒരു ഗ്രേ ബ്ലൂയിഷ് കളർ ആയിട്ടുണ്ട് ഇവിടെ. അല്ലാതെ വേറെ വ്യത്യാസമൊന്നും എനിക്ക് കാണുന്നില്ല. ഇത്രേ ഉള്ളൂ കടലിലെ ഡെക്കിലെ കാഴ്ച. ഷിപ്പിൽ നിന്ന് ഉള്ള കാഴ്ച. സോ ഇനിയിപ്പോൾ നമുക്ക് പഴയതുപോലെ എല്ലാം കഴിഞ്ഞ വീഡിയോ പോലെ ഉള്ളൂ. റെസ്റ്റോറൻറ്റിൽ പോവുക, ഫുഡ് കഴിക്കുക. ഇനിയിപ്പോൾ എന്താ മീലെന്ന് കൂടെ ജസ്റ്റ് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, റൂമിൽ പോയി റെസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഷിപ്പിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്നും ഇനിയിപ്പോൾ നമുക്കിത് വലിയ പുതുമയൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി യൂസ് ടു ആയി ഇനി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാർ മീൻസ് ഡ്രിങ്ക്സ് ബാറും
മറ്റേ ബിയറൊക്കെ ഉണ്ട്, വൈനൊക്കെ ഉണ്ട്. പിന്നെ ഷിപ്പിൽ ഇതാണ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. നമുക്ക് ഉണ്ട്, ഇവിടെയാണ് സെർവിങ് ഡെക്ക്. ഇവിടെ വന്നിട്ട് ഇവിടെ 1 കോഴ്സ് മീൽ എന്ന് പറയുമ്പോൾ കുറേ സാലഡ്സ് ഉണ്ടാവും, പ്ലസ് ഇവിടെ ഒരു കോഴ്സ് മീൽ, ഒരു പൊട്ടറ്റോ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവി ഒന്നെങ്കിൽ ബീഫ് സ്റ്റേക്ക്, അല്ലെങ്കിൽ ഫിഷ്, പിന്നെ പൊട്ടറ്റോ, അങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് നമുക്ക് എടുക്കാം. പ്ലസ് പിന്നെ ഡിസേർട്ട് ഇത് ഇവിടെയാണ്. ഡിസേർട്ട് ഇതാണ്, ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പം ലഞ്ച് ചുരുക്കമാണ്, പക്ഷെ കൊള്ളാം, നല്ല സാധനമൊന്നും. ജ്യൂസും ഡ്രിങ്ക്സും ഒക്കെ എത്ര വേണേലും എടുക്കാം, കോഫി ടീ എല്ലാം എത്ര വേണേലും എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് വന്നപ്പോൾ ഇവിടെ നിറച്ച ഐറ്റംസ് ആയിരുന്നു, പക്ഷെ ഇപ്പം കുറവാണ്. ഇവിടെ ആക്ച്വലി പെയ്ഡ് ഏരിയ ആണ്, നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഇത് പേയ്മെൻറ്റ് എക്സ്ട്രാ കൊടുക്കണം. പക്ഷേ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട് അതേ കിച്ചൺ മാനേജർ ആയതുകൊണ്ട് പുള്ളി പറഞ്ഞു ഞങ്ങൾ എവിടെ വേണമെങ്കിലും ഇരുന്നോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കണ്ട ഉടനെ തോമസ് യു ഹാവ് പ്രീ ബുക്ക് ദ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച്. ഞാനിപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കാഴ്ച തന്നെയാണ്, കടലിൽ കൊണ്ട് വിൻഡ് മില്ല് വെച്ചേക്കുന്നു. പക്ഷേ ഇതിനകത്ത് എത്രയും കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ സൈഡിൽ കണ്ടോ, നമ്മളിപ്പം കപ്പൽ ഇവിടുന്ന് വിട്ടിട്ട് ഏകദേശം 1 മണിക്കൂറാകാൻ പോകുന്നു. അപ്പം കരയൊന്നുമല്ല, അത് എന്തായാലും നടുക്കടൽ തന്നെയാണ്. നടുക്കടലിൽ കണ്ടോ കുറെ വിൻഡ് മില്ല് വെച്ചേക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിച്ച് തിരിച്ച് റൂമിലെത്തി. ഇനി ഞങ്ങളൊന്ന് ഉറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും പിന്നെ കാണാം. റൂമെന്ന് പറഞ്ഞാൽ കടലിൽ നിന്നുള്ള വ്യൂ ആണ്. ഞങ്ങൾ നന്നായിട്ടൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ രാത്രിയായി, എന്തായാലും ഇവിടെ എത്താറായി. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എത്തുന്നതിന് കുറച്ച് മുന്നേ ഇവിടെ ചെക്കൗട്ട് ചെയ്യണമെന്ന്. അപ്പം ഞങ്ങൾ എന്തായാലും റൂം ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്, തിരിച്ച് നമ്മുടെ ആ സിറ്റിംഗ് ഏരിയയിലേക്ക് പോവാണ്. അങ്ങ് ദൂരെ നമുക്ക് ലൈറ്റ് കാണാം, നമ്മുടെ സിറ്റി എത്തിയതിൻ്റെ, സ്വീഡൻ എത്തിയതിൻ്റെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്വീഡൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഡെൻമാർക്ക് ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് സൗകര്യം പോലെ എഡിറ്റ് ചെയ്തിടാം. അപ്പം എല്ലാവർക്കും ഇനി കാണുന്നത് വരെ ഗുഡ് ബൈ. ഗുഡ് ബൈ. അപ്പോൾ എല്ലാവർക്കും ബൈ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ക്യാപ്റ്റനൊക്കെ വന്നപ്പോ എന്നോട് സംസാരിച്ചു. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇനിയും വരുമെന്ന് പറയുമ്പോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു. കാരിൻ എന്ന് പറയുന്നൊരു പെണ്ണ്, കാരിൻ ബാഡ്ജ് നെയിം ബാഡ്ജ് അങ്ങനെ ഞങ്ങള് സ്വീഡനില് കാല് കുത്തി. അപ്പൊ ഇനി ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.